എല്ലാവർക്കും ഹാപ്പി വിമൻസ് ഡേ ആശംസകൾ ആദ്യം തന്നെ നേരുന്നു. കുറച്ച് ദിവസം കൊണ്ട് വീട്ടിലിങ്ങനെ മോള് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്കും മാരത്തോൺ ഓടണമെന്ന്. അങ്ങനെ അവളും എൻ്റെ കൂടെ വന്നിട്ടുണ്ട് നിങ്ങളുടെ കൂടെ ഓടാൻ വേണ്ടിയിട്ട്. ഞാൻ ആലോചിക്കുകയാണോ എങ്ങനെയൊക്കെയാണ് ഏതൊക്കെ തലമുറയിലുള്ള ആളുകളെയാണ് ഈ മാരത്തോൺ ഇൻസ്പയർ ചെയ്യുക എന്നുള്ളത്. അതൊരു ചെറിയ കാര്യമൊന്നുമല്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ഈ മാരത്തോൺ അല്ലെങ്കിൽ വർക്കൗട്ട് എന്ന് പറയുന്നതിലൂടെ പഠിക്കുന്ന കാര്യം ആത്മവിശ്വാസം എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് കൂട്ടാൻ പറ്റും. അതുപോലെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള ഒരു തിരിച്ചറിവ് അല്ലെങ്കിൽ ഒരു അറിവും കൂടി നമുക്ക് കിട്ടും. ബോഡി മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് അതൊരു ഇതാണ് കേട്ടോ. പരിചയപ്പെടുത്തട്ടെ, ഇതാണ് ജയസൂര്യയുടെ മകള്. മോളുടെ പേരെന്ന് പറഞ്ഞു? വേദ. ഇവർക്കെല്ലാം ഒരു ആശംസയും പറഞ്ഞു. ഹാപ്പി വിമൻസ് ഡേ. അച്ഛൻ ആള് ശരിയല്ലല്ലേ? അതുകൊണ്ടല്ലേ ഇദ്ദേഹത്തിന് ഫ്രണ്ടാക്കി ഞാൻ വെച്ചേക്കണേ. അപ്പോൾ അല്ല, ഞാൻ ഈ വർക്കൗട്ട് ചെയ്യുക അല്ലെങ്കിൽ നന്നായിട്ട് ശരീരം സൂക്ഷിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമില്ല. കാരണം എത്ര കാര്യങ്ങളോട് നോ പറയണമെന്ന് അറിയുമോ? സ്വീറ്റ്സിനോട്, ജങ്ക് ഫുഡിനോട്, അതുപോലെ തന്നെ ലഹരികളോട്. ഇതെല്ലാം നമുക്ക് പറയാൻ പറ്റുന്നത് നമ്മുടെ ഈ ആത്മവിശ്വാസം കൊണ്ടാണ്. ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് പുതിയ തലമുറയ്ക്ക് മെൻ്റൽ സ്ട്രെങ്ത് ഇല്ല എന്ന്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഒരു പരിപാടിയിലൂടെ നമുക്ക് ലഭിക്കുന്നത് മെൻ്റൽ സ്ട്രെങ്ത് കൂടിയാണ് കേട്ടോ. കാരണം ആദ്യമായിട്ട് മാരത്തോൺ ഓടുന്നവരുണ്ടാവും. ഇവിടുന്ന് കുറച്ച് നേരം വരെ നമുക്ക് കാല് കൊണ്ടൊക്കെ ഓടാം. പക്ഷേ പിന്നെ ഈ കാലിന് സപ്പോർട്ട് എന്ന് പറയുന്നത് മെൻ്റൽ സപ്പോർട്ട് എന്ന് പറയുന്ന ഒരു സംഭവം കൂടി വേണം. അപ്പം മെൻ്റൽ സ്ട്രെങ്ത്തും കൂടിയാണ് ഇതിലൂടെ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നത്. അതുപോലെ തന്നെ സ്വന്തം ശരീരത്തിനോടുള്ള റെസ്പെക്റ്റും നമുക്ക് ഇങ്ങനെയുള്ള കായിക കാര്യങ്ങളിലൂടെ ലഭിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ പുതിയ പുതിയ സുഹൃത്തുക്കളെ നമുക്ക് ലഭിക്കും. കാലിക്കറ്റ് നിന്ന് വന്നിരിക്കുന്നു, തൃശ്ശൂരിൽ നിന്ന് വന്നിരിക്കുന്നു, ആലപ്പുഴയിൽ നിന്ന് വന്നിരിക്കുന്നു, നമ്മുടെ കൊച്ചിക്കാരുണ്ട്. അങ്ങനെ പുതിയ പുതിയ സൗഹൃദങ്ങൾ ജനിക്കുന്നു. അങ്ങനെ എന്താ പറയുക, പഠിപ്പിച്ച് തരാതെ ഒരുപാട് കാര്യങ്ങൾ സ്വയം പഠിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയായിട്ടുണ്ട് ഈ മാരത്തോൺ എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. പിന്നെ മറ്റുള്ള മാരത്തോണിൽ നിന്ന് ഡിഫറൻ്റ് ആക്കുന്ന ഒരു കാര്യം, ഇവിടെ രജിസ്ട്രേഷൻ ഫീസ് ഇല്ല എന്നറിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് വളരെയധികം സന്തോഷമായി. അതൊരു ചെറിയ കാര്യമല്ല സർ. കാരണം എല്ലാവരും കുറച്ച് പൈസയൊക്കെ മേടിച്ചിട്ടല്ലേ ചെയ്യണേ. പക്ഷെ അങ്ങനെ ഒരു സൈഡും കൂടി ഇല്ലയെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും വലിയൊരു കാര്യമായിട്ട് തോന്നി. അടുത്ത തവണ ഈ മത്സരിക്കാത്തവർ, അല്ലെങ്കിൽ ഇതൊരു മത്സരമല്ലല്ലോ, പങ്കെടുക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ സക്സസ് എന്ന് പറയുന്നത്. അപ്പോൾ പങ്കെടുക്കാത്തവർ തീർച്ചയായിട്ടും അടുത്ത തവണ വന്ന് പങ്കെടുക്കുക. ഇതൊരു മാരത്തോൺ ഉത്സവമാണ്. സോ ഡോണ്ട് മിസ് ഇറ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ചേട്ടാ.